ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി സീരിയൽ റോസ്റ്റ്. അപ്പോൾ ഈ നിൽക്കുന്നതാണ് നമ്മുടെ കഥാനായകൻ. ഇവൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല, ചില മന്ത്രശക്തികളൊക്കെ ഉണ്ട് ഇവന്. ആ മന്ത്രം ഒന്നും കൂടെ പറഞ്ഞ്. അപ്പോൾ അണ്ണന് ശക്തി കിട്ടണമെങ്കിൽ മിയ ഖലീഫ എന്ന് പറയണം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നായകന് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അപ്പോൾ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തുള്ള ചന്ദ്രനെ പിടിച്ചോണ്ട് വരാനാണ്. ഈ സ്ഥാനത്ത് ഞാമല്ല വരുന്ന ആ പെണ്ണുങ്ങൾക്ക് ടൊർണം പൊട്ടിച്ചേച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയാന്. എന്നാൽ ഈ ഒരു കാര്യം കേട്ടപാടെ നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, അളിയ ഒന്നും നോക്കണ്ട, ഈ കയറിട്ടങ്ങ് പിടി. എന്നാൽ ഇത് കേട്ട നായകൻ അത് അതേപടി ചെയ്യുന്നു. ഇവന്മാരിങ്ങനെ കയറിട്ട് പിടിക്കുന്ന കണ്ടാത്തോന്നു ഇതേതാണ്ട് ആടോ പശു ഏതാണ്ടാന്ന്. ഇവന്മാർ ഈ ചന്ദ്രനെ പശുവിനെ പിടിക്കുന്ന പോലെ പിടിക്കുന്നത് കണ്ടിട്ട് നായിക ഈ കയറ് പൊട്ടിക്കാൻ വേണ്ടി എന്തോ മന്ത്രം ചൊല്ലുന്നു. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല ഇവിടെ പറഞ്ഞത്. കയർ വെച്ച് ചന്ദ്രനെ പിടിക്കാൻ പറ്റാതായപ്പോ നിന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ചന്ദ്രനെ പിടിക്കാൻ വേണ്ടി നായകന്റെ ചേച്ചി പറയും. അങ്ങനെ നായകൻ നമ്മുടെ ബാസി ചേട്ടനെ വിളിക്കും. ഏത് കൊമ്പത്തെ മിയ ഖലീഫിനെ വിളിച്ചിട്ടും കാര്യമില്ലെന്ന് ഇവിടെ നായകന് മനസ്സിലാവുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ചന്ദ്രനെ പിടിക്കാൻ പറ്റാതായപ്പോൾ നായകനും കുടുംബക്കാരും എല്ലാം വിഷമിച്ച് നിൽക്കുകയാണ് ഇവിടെ. അടുത്ത സീനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അണ്ണന്റെ മിനി കൂപ്പറെ കയറിയിരിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അണ്ണന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ വേറെ എങ്ങോട്ടോ പോകാൻ വേണ്ടി വണ്ടി കയറിയിരിക്കുന്നതാണ്. ബട്ട് ഗൈസ്, നിനക്ക് അവിടെ തെറ്റി. ഇനിയാണ് ഇവിടെ ആ ട്വിസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സീൻ കണ്ട ശേഷം നാസയുടെ ചെയർമാൻ വളരെയധികം ഡിപ്രഷനായെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇനി അടുത്ത എപ്പിസോഡിൽ ഈ ചേച്ചി പറയും, ചേട്ടാ എനിക്ക് ഇപ്പൊ തന്നെ നെപ്റ്റ്യൂണിനെ വേണം. പിന്നെന്താ മോളസി, ഞാൻ ഇപ്പൊ തന്നെ പിടിച്ചോണ്ട് തരാം. ഇത് കേട്ടപാടെ നമ്മുടെ അണ്ണൻ നേരെ യുറാനസിലേക്ക് വിടും. എന്നിട്ട് അവിടുന്ന് നെപ്റ്റ്യൂണിനെ കയറിട്ട് പിടിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാളം സീരിയൽ തന്നെയാണ് ഭേദം. നമ്മളിനി കാണാൻ പോകുന്നത് ഗൊറില്ലയെ പെറ്റായിട്ട് വളർത്തുന്ന വീട്ടുകാരുടെ കഥയാണ്. നമ്മളിതിൽ ആദ്യത്തെ സീനിൽ തന്നെ കാണുന്നത് ഈ ഗൊറില്ല ഈ പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്ന സീനാണ്. ഇവിടെ ഇത്രയെല്ലാം പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണിന്റെ ഭർത്താവ് വന്നിട്ട് തോക്ക് ചൂണ്ടിട്ട് ഗൊറില്ലയോട് പറയാണ് കൈവിടാൻ. ഇവനേക്കാളും വലിയ മണ്ടൻ ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ വേറെ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗൊറില്ലയെ പിടിക്കാൻ വേണ്ടി ആൾക്കാരെയൊക്കെ അണ്ണൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇവന്മാരുടെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടപ്പോൾ വേറൊരാളെയാണ് ഓർമ്മ വന്നത്. പിന്നെ ഇവന്മാര് മയക്കുവെടി വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന തോക്കാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. ഇതിനേക്കാളും നല്ല തോക്ക് വല്ല ഉത്സവത്തിനോ പള്ളിപ്പെരുന്നാളിനോ പോയാൽ കിട്ടും. ഗൊറില്ല പിടിക്കാൻ വേണ്ടി വന്നവർക്ക് പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ പുള്ളിക്കാരത്തി ഗൊറില്ലയെ പിടിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞ് ഗൊറില്ലയുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. അങ്ങനെ ഗൊറില്ല സ്വന്തം ശരീരത്തിൽ തന്നെ ആ സിറിഞ്ച് കുത്തിക്കയറ്റി ബോധം കെട്ടി കിടക്കുന്നു. ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് കരച്ചിലിന് വരാൻ ചിരിയാണ് വന്നത്. ഇത്രയും ലോജിക്കില്ലാത്ത ഒരു സീരിയൽ ഏതായാലും കേരളത്തിൽ ഇതിലായിട്ട് ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ബൈ ബൈ.